ഹലോ, വെൽക്കം ബാക്ക്. ഒരു ഡയബറ്റിക് കെയർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റാഗി അട. ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഫൈബർ റിച്ചാണ്, ന്യൂട്രിയൻ റിച്ചാണ്, 100% ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഒത്തിരി നല്ലൊരു റെസിപ്പിയാണിത്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റാഗി പൊടിയാണ്. ഇത് റാഗി സീഡ്സ് വാങ്ങി പൊടിപ്പിച്ചും അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 കപ്പ് റാഗി പൊടിക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് കൂടി മിക്സ് ചെയ്യുക. കൂടെ തന്നെ അല്പം ഉപ്പും 1 ഏത്തപ്പഴം, നന്നായി പഴുത്ത ഏത്തപ്പഴം ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ഇടുക. ഇനി അടുത്തതായി ഇടേണ്ടത് ഒരു 6 ഡേറ്റ്സ്, ഈന്തപ്പഴം ക്ലീൻ ചെയ്ത് സീഡ് കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് ഈ കൂട്ടിലേക്ക് ഇടുക. മധുരത്തിന് വേണ്ടിയാണ്. ആവശ്യമുള്ളവർക്ക് ശർക്കരയോ പഞ്ചസാരയോ ഇടാവുന്നതാണ്. ഇപ്പോൾ ഈന്തപ്പഴം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ടേസ്റ്റിന് വേണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ സ്വല്പം ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി കുഴയ്ക്കുക. എല്ലാം നന്നായി പഴവും ഈന്തപ്പഴമൊക്കെ കുഴഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിക്കുക. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം കൂടി നമുക്ക് വേണ്ടി വരും ഇത് കുഴച്ച് അതിൻ്റെ കൃത്യമായ പരുവത്തിലെത്താനായിട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റോളം നന്നായി കുഴച്ച് പഴവും ഈന്തപ്പഴം എല്ലാം നന്നായി പൊടിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു ലൂസ് തിക്ക് കൺസിസ്റ്റൻസി കട്ടി പാകമാക്കി എടുക്കുക. അതിനുശേഷം ഒരു വാഴയില വാട്ടി അതിലേക്ക് കുറച്ച് വെച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പും ആക്കി നമുക്കത് എടുക്കാവുന്നതാണ്. ഷേപ്പാക്കിയതിന് ശേഷം ഇല മടക്കി വെച്ച് എല്ലായിടെയും തയ്യാറാക്കുക. അതിനുശേഷം സ്റ്റീമറിൽ 10 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ വാഴയില നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് അട കുറച്ച് ഭാഗം എടുത്ത് വെച്ച് ഷേപ്പ് ചെയ്ത് മടക്കി വയ്ക്കുന്നു. റാഗിക്ക് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റെങ്കിലും വേവിക്കണം. നെയ്യും ഏലക്കപ്പൊടി ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്, ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.